ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഹോബിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോണിൽ കളിക്കണമെങ്കിലും നമ്മൾ ലാപ്ടോപ്പിൽ എന്തായാലും കളി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം ഭയങ്കര പാടുള്ളൊരു ഹോബിയാണിത്. പിന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കടന്നു വന്നത്, രണ്ടാമത്തെ ലെവലിൽ ചാടിയിട്ട് ചാടണ പോലുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, നമ്മൾ ഇത് കടക്കാൻ തന്നെ പാടാണ്. കണ്ട, ചാടാൻ കുത്തും പക്ഷെ ചാടാൻ പറ്റൂല. ചിലതൊക്കെ അങ്ങനെയാണ്. റീബർത്തൊക്കെ ഉണ്ട്. ചാടാൻ നോക്കും, ചാടാൻ പറ്റൂല. നമ്മളെ ബാർഡ് പോയി ചാടണം. തലയിൽ മുടി വരില്ല, മുടി വെച്ചാണ് മുടി പിന്നെ മുളച്ചില്ല. അടുത്ത ലെവൽ എത്തിയിട്ടുണ്ട്. അടുത്ത ലെവൽ സീനില്ല, നമ്മൾ ഫസ്റ്റത്തെ ലെവലാണ് കളിക്കുന്നത്. വെച്ചാൽ ഫസ്റ്റ് ലെവൽ എഫർട്ട്ലെസ് ആണ്. നാലാമത്തത് ഡിഫിക്കൽട്ടി എഫർട്ട്ലെസ്സിലാണ് കിടക്കുന്നത്. ഇതും കഴിഞ്ഞ് പോകുമ്പോഴാണ് പണി തുടങ്ങുന്നത്. പണി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും കാണും. ഇതൊറ്റ വീഡിയോ തീരൂല, ഭയങ്കര ലെങ്തിയാണ്. ഓക്കെ, അവിടെ നിന്ന് ചാടാൻ പറ്റിയാൽ നമുക്ക് ചാടാനൊക്കെ പറ്റും. ലാപ്ടോപ്പിലാണെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് കിടന്നു. അതിന് ഇത് നടന്നിട്ടുണ്ട്. കണ്ട പ്ലേസ് കണ്ട, ഈ ചാടണത് കണ്ട ഓരോന്നും. ഒരു 4, 5, 6 പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ നടക്കുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ. അടുത്ത കണ്ട ഓരോന്നിരിക്കുന്നത് കണ്ട. ഡിഫറൻസ് സാധാ ഹോബിയാകാട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിന് ഈ ഹോബി കളിക്കുമ്പോൾ. ലൈസറി തട്ടിയിട്ട് ചാവണില്ല, അതാണ് ഞാൻ പറയുന്നത്. ഈ സൈഡിൽ കൂടി നടന്നു പോകണ്ട. ലൈസറി തട്ടിയാൽ ചാവില്ല. ഇവിടെ നിന്ന് ചാടും, അപ്പുറത്ത് നടുക്ക്, ആ സൈഡ് നടുക്ക്. ഇനി ഇവിടെ നിന്ന് ലേസർ തട്ടാതെ ചാടി. പക്ഷേ ലേസർ തട്ടിയാലും മരിക്കില്ല. ലേസർ തട്ടിയാലും കണ്ട, ലേസർ തട്ടി മരിച്ച കേസ്. ഇത്രയും നേരം തട്ടിയിട്ട് മരിച്ചില്ല, പക്ഷെ സീനില്ല. ചാടി നമുക്ക് അപ്പുറത്ത് കിടക്കാം. സ്പീഡ് ചാടി അടുത്തത് എത്തിയിട്ടുണ്ട്. അടുത്തത് സൈസ് ഡിഫറൻസ് വരും. കണ്ട, അവിടെ എത്തിയപ്പോൾ ചാടാൻ പറ്റില്ല. ആദ്യത്തെ നമ്മൾ രണ്ടാമത്തെ ലെവൽ കളിച്ചത് അങ്ങനെയാണ്. ലാസ്റ്റ് എത്തിയിട്ട് ചാടാൻ പറ്റില്ല. ഈ ഫോണിലാണ്ട് സ്പീഡിൽ ക്ലിക്ക് ചെയ്യാനും പറ്റില്ല. ലാപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ സ്പേസ് ബാർ കുത്തിയാൽ മതിയല്ല. ഇതിലാകുമ്പോൾ ഭയങ്കര പാടാണ്. നമ്മൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോസ് വരുന്ന, എൻ്റെ പുതിയ മെസ്സേജസിൻ്റെ കണ്ടൻറ്റ് എല്ലാം നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ കടന്നിട്ടുണ്ട്. അടുത്തതിന് ലേസർ ഉണ്ട്. ഓരോ പ്ലേറ്റിലും ഓരോ ലേസറുണ്ട്. ചാടി വരുമ്പം നേരെ പാടാം. അടുത്ത ലെവൽ 18ാമത്തെ ലെവൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത ചാടി അടുത്ത ലെവൽ എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ എസ്കലേറ്ററാണ്, ട്രാൻസ്പെറൻറ്റ് എസ്കലേറ്റർ. അടുത്ത ലെവലെത്തി, ചാടി അടുത്ത 20ാമത്തെ ലെവലെത്തിയിട്ടുണ്ട്. ഡിഫിക്കൽട്ടി വന്നിട്ടുള്ളത് കാറ്റ് വാക്കാണ്. ആ ഹോബിയിൽ നീളം ഞാൻ കാണിച്ചു തരാം. അവിടെ വരെ ഉണ്ട്, അങ്ങ് ദൂരം വരെ ഉണ്ട് ഹോബിയിൽ നീളം ഉണ്ടല്ലോ. അപ്പോൾ ആലോചിച്ചത് ചാടിയിട്ട് പോലും അപ്പുറത്തൊന്നുമില്ല. നല്ല റോബക്സ് ഇല്ല, നമ്മുടെ പാവപ്പെട്ടവരാണ്. ഓക്കെ, ചാടി. നിങ്ങളെ സപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. മൈൻക്രാഫ്റ്റിൻ്റെ കണ്ടൻറ്റും ഡിസ്കോഡിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ വരും. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമുക്കൊരു കമ്മ്യൂണിറ്റിൻ്റെ പുതിയതായിട്ട് ഉണ്ടാക്കാം. നമ്മൾ ചാടി, അവിടെ നിന്ന് ചാടി. ഓക്കെ, അടുത്ത 23ാമത്തെ ലെവൽ എത്തിയിട്ടുണ്ട്. ഇതുണ്ടാ, അതിൻ്റെ നീളം കണ്ട ഗൈസ്. ഇവിടെ നിന്ന് അതുവരെ പോകണം, അവിടെ നിന്ന് ചാടണേ. അതിൻ്റെ നീളം നോക്കുക ഗൈസ്, ആ ഹോബിയുടെ നീളം കണ്ട. ഇനി താഴോട്ട് ചാടി അവിടെ നിന്ന് അപ്പുറത്ത് ചാടാം. അവിടെ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ട് കണ്ട. ആ ഒരു പ്ലേറ്റ് കഴിഞ്ഞാൽ അടുത്ത ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ചാടും. അവിടെ നിന്ന്
നിന്ന് ചാടി കിടന്ന് ഇനി ഇതുവഴി പോകണം. അടുത്തത് ഗൈസ് അതിൻ്റെ ഇടയിൽ അവർ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. കണ്ട, നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൽ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതും നോക്കി കളിക്കണം. അങ്ങനത്തെ കുറേ കണ്ടന്റ് വരും. എന്താ ചാടാൻ നോക്കിയിട്ട് ചാടുമ്പോൾ നേരത്തെ ആയിപ്പോയി. കാരണം അവർ വെച്ചിട്ടുണ്ട് മറ്റേ എസ്കലേറ്റർ പോലത്തെ സംഭവം, സ്പീഡിൽ പോകും. അവിടെ ചെന്നിട്ട് ഞാൻ അപ്പുറത്ത് ചാടി കളഞ്ഞു. അതാണ് പറഞ്ഞത്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടക്കണത്. അതുകൊണ്ട് ഈ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. ഇത്രയും കളിച്ചപ്പോൾ തന്നെ ലെങ്തി ആയി. സാധാ ഹോബി ആയിരുന്നെങ്കിൽ നമ്മളൊരു 3/4 ഭാഗങ്ങൾ നമുക്ക് സുഖമായിട്ട് എത്തായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ 26ാമത്തെ ലെവലിൽ നിൽക്കണേ ഉള്ളൂ. ക്യാറ്റ് വാക്ക് വെച്ചാൽ ഡിഫിക്കൽറ്റി 2ാമത്തത്. ഇനി നമ്മൾ മറ്റേ സൈഡിൽ കൂടി ചാടി പോകാനുള്ളത്. കുഴപ്പമില്ല, ലാപ്പിലൊക്കെ ആണെങ്കിൽ മറ്റേ നമ്മൾ മൗസ് അങ്ങ് നീക്കി ചാടിയാൽ മതി. ഇതും ചെയ്യുന്നുണ്ട്, കളിക്കാനുള്ളതേ ഉള്ളൂ. ചുമ മരിച്ച് വീഴും. അടുത്ത ലെവൽ എന്തായാലും നമ്മൾ മാറി പോകുന്നതാണ്. പക്ഷേ ഡിഫിക്കൽറ്റി ഉണ്ടല്ലോ നമ്മൾ ഈ ഓരോ ലെവലിൻ്റെ ഇടയിലുള്ളത്, അതാണ് ഭയങ്കര പാട്. ആ പ്ലേറ്റിൻ്റെ ഓരോ ഡിസ്റ്റൻസ് ഉണ്ട് ഗൈസ്. അപ്പുറത്ത് ഇനി ഇപ്പുറത്ത് നടുക്ക് അടുത്ത് അവിടെ ലേസർ. ഓക്കെ, ഇനി അപ്പുറത്ത് വെക്കാം അടുത്ത എസ്കലേറ്റർ നീളമില്ലാണ്ട്. എസ്കലേറ്റർ ഇത്ര ചെറിയ എസ്കലേറ്ററാണ് ചെയ്യുന്നത്. എന്താ എസ്കലേറ്റർ ഭയങ്കര ചെറുത്. എസ്കലേറ്റർ അത്യാവശ്യം നീളമുണ്ട്, എന്നാലും നമ്മൾ പോയപ്പോൾ ഇല്ലായിരുന്നു അത്രയ്ക്ക് നീളം. അവിടെ നിന്ന് ചാടാൻ പറ്റിയില്ല. പിന്നെ ഒന്നും കൂടി നോക്കണം. ഒന്നും കൂടി ചാടി. കുഴപ്പമില്ല. കണ്ട ഇത്ര പേരെ കളിക്കുന്നുള്ളൂ. ഒരു 5, 10, 12, 13 പേരെ കളിക്കുന്നുള്ളൂ ഈ ഒരു ഹോബിയിൽ. ഞാൻ നോക്കിയപ്പോൾ 50 ലൈക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്രയും പാടുള്ള ഹോബിയാണോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് ലെവൽ തന്നെ ഇത്രയ്ക്ക് ഹാർഡാണ്. അപ്പോൾ ബാക്കിയുള്ള ലെവലിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയണത്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും പോലെ ഗൈസ്. ഭയങ്കര ഗെയിം ഭയങ്കര പാടായിട്ട് തോന്നുന്നു ഈ ഗെയിം കളിക്കുമ്പോൾ. നമ്മളൊന്നും കൂടി വീണ് ചാമ്പല് നമുക്ക് അതിൻ്റെ ഒരു ഇത് തോന്നൂലേ ആ ഗെയിം കളിക്കുമ്പോൾ. നമുക്ക് ഇങ്ങനൊരു ഫീലിങ്സ്, മനസ്സിലായോ? മടുക്കും ചില ഗെയിംസ്. നമുക്ക് റോബ്ലോക്സിലായാലും മടുക്കും. റോബ്ലോക്സിൽ അൺലിമിറ്റഡ് ഗെയിംസ് ഉണ്ട്, എന്തായാലും നമ്മൾ മടുക്കും അത്. പക്ഷേ ഓക്കെ, നമുക്ക് ഇന്ന് ഇത്ര ഗെയിംസേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്കോഡ് ചാനൽ ജോയിൻ ചെയ്യുക. ബൈ.